ഇന്നത്തെ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, മറിച്ച് ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും എത്ര വന്നത് എന്നുള്ളതാണ്. നമ്മളിലൂടെ മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാകുവാനും നമ്മുടെ സന്തോഷങ്ങൾക്കപ്പുറമായി മറ്റുള്ളവരുടെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളെക്കാൾ അധികം ഒപ്പമുള്ളവരുടെ ഇഷ്ടങ്ങളെ ശ്രദ്ധിക്കുവാനും സഹനങ്ങളെ സ്വീകരിക്കുവാനും പ്രതിഫലം ഉണ്ടാവുകയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നന്മ ചെയ്യുവാനും ഒക്കെ സാധിക്കുമ്പോഴാണ് നാം ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി തീരുന്നത്. മറവി രോഗം ബാധിച്ച് 25 വർഷമായി ആശുപത്രിയിൽ കഴിയുന്ന പ്രിയതമയോടൊപ്പം നിത്യവും പ്രഭാത ഭക്ഷണത്തിനെത്തുന്ന സ്നേഹവാനായ ഒരു മനുഷ്യനെ പറ്റി കേട്ടു. തന്നെ തിരിച്ചറിയുന്നില്ല എങ്കിൽ, മനസ്സിലാക്കുന്നില്ല എങ്കിലും, താൻ സ്നേഹിക്കുന്നത് പോലെ തന്നെ തിരിച്ച് സ്നേഹിക്കുവാനായിട്ട് സാധിക്കുന്നില്ല എങ്കിലും ഒന്നും പ്രതീക്ഷിക്കാതെ തന്റെ കടമ നിറവേറ്റുന്ന ആ മനുഷ്യനിൽ നമുക്ക് ക്രിസ്തുവിനെ കാണുവാനായിട്ട് സാധിക്കും. ഈ നോമ്പ് ക്രിസ്തുവിന്റെ ഭാവം നമ്മളിലേക്ക് കൊണ്ടുവരുവാൻ ഇടയാവട്ടെ.